വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ദിനത്തിലെ വായന ഭാഗം സംഖ്യാപുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 22 അധ്യായം 31 വാക്യം. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. ഇസ്രായേലിനല്ലാത്ത ഒരു പ്രവാചകനായിരുന്നു ബിലെയാം. ഇസ്രായേൽ ജനതയുടെ മരുഭൂപ്രയാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേല്യർ മോവാബ് സമതലത്തിൽ എരിഹോവിനരികെ പാളയമടിക്കുന്നു. ആ സമയത്ത് അവരെ ശപിക്കുവാനായി മോവാബ് രാജാവായ ബാലാക്ക് തന്റെ ദൂതന്മാരെ ബിലെയാമിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഇസ്രായേൽ ജനത്തെ ശപിക്കുക എന്നതായിരുന്നു ഇവിടെ ഈ രാജാവിന്റെ ഉദ്ദേശം. കാരണം ബിലെയാം മെസപ്പൊത്തോമിയക്കാരനായ ഒരു മന്ത്രവാദി ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ ബിലെയാമിന്റെ ശാപം തീർത്തും ഫലിക്കും എന്നതായിരുന്നു അന്നത്തെ ഒരു വിശ്വാസം. അതുതന്നെയായിരുന്നു ആ രാജാവിൻ്റെയും വിശ്വാസം. എന്നാൽ ഇന്നത്തെ വായന ഭാഗത്ത് നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ബിലെയാം ആരായിരുന്നു എന്ന് ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, ദൈവിക നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന വ്യക്തി. സംഖ്യാപുസ്തകം 22 അധ്യായം 1 മുതൽ 6 വരെയുള്ള വിവരണമനുസരിച്ച് മോവാബ് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് യൂഫ്രട്ടീസ് നദീതീരത്ത് ചെന്നെത്തുവാൻ 21 ദിവസങ്ങൾ വേണ്ടിയിരുന്നു. എന്നാൽ അവരോട് കൂടെ പോകരുതെന്ന ദൈവനിർദ്ദേശം ബിലെയാമിന് ലഭിച്ചിരുന്നു. അതിനാൽ അവർ മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉടനെ രാജാവ് കുറെ കൂടെ ഉന്നതരായ പ്രതിനിധികളെ അയക്കുകയും പ്രവാചകന് എന്ത് പ്രതിഫലം വേണമെങ്കിലും തരാമെന്നുള്ള ഉറപ്പും അവിടെ നൽകുന്നുണ്ട്. തുടർന്ന് അവരോട് കൂടെ പോകുവാനുള്ള അനുവാദം ലഭിച്ചെങ്കിലും ദൈവം പറയുന്നത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശവും ബിലെയാമിന് ദൈവം നൽകുന്നുണ്ട്. എന്നാൽ ബിലെയാം ഇക്കാര്യം രാജാവിനെയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും ദൈവിക നിർദ്ദേശം ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട്, ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ബിലെയാം. ഇവിടെ ബിലെയാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെയുണ്ട്. മനശ്ശെ ഗോത്രത്തിലെ ഒരു പട്ടണത്തിന്റെ പേരും ബിലെയാം എന്നായിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 6 അധ്യായത്തിന്റെ 70 വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ, മോവാബ്യ ദൂതന്മാരോടൊപ്പം ബാലാക്ക് രാജാവിന്റെ അടുക്കലേക്ക് പോകുന്ന യാത്രയിൽ വഴിയിൽ യഹോവയുടെ ദൂതനെ ബിലെയാം കണ്ടുമുട്ടുന്നു. എന്നാൽ ബിലെയാമിന്റെ കഴുതയ്ക്ക് മാത്രമേ ദൈവിക സാന്നിധ്യം ആദ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. തുടർന്ന് കഴുത സംസാരിക്കുകയും ആ ദൈവിക സാന്നിധ്യം അതിലൂടെ ബിലെയാം ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുതപിച്ച ബിലെയാം തിരികെ പോകുവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ ഇവിടെ ബിലെയാം ചെയ്ത പാപം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ മോവാബ് രാജാവ് നൽകിയ പ്രതിഫലത്തിൽ ഒരു നിമിഷം അദ്ദേഹം ആഗ്രഹിച്ചുവോ എന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നില്ല. ഏതായാലും ഏദനിൽ പാമ്പ് സ്ത്രീയോട് സംസാരിച്ചതുപോലെ ഇവിടെ കഴുത ബിലെയാമിനോടും സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ബിലെയാം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ദൈവിക ഇടപാടുകൾ നമുക്ക് ഉണ്ടാകണം. ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീഴുവാൻ നാം തയ്യാറായാൽ തീർച്ചയായും ദൈവം നമ്മെ ഉയർത്തും. നമ്മുടെ മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, അവിടുത്തെ നിർദ്ദേശപ്രകാരം ജീവിക്കുവാനും അവിടുത്തെ സാന്നിധ്യം ദർശിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.